പ്രിയരെ, ഏവർക്കും ക്രിസ്തു യേശു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നാം ഇന്ന് ചിന്തിക്കുന്നത് സങ്കീർത്തനം 46 അതിൽ 1 മുതലുള്ള വാക്യങ്ങളാണ്. ദൈവം നമ്മുടെ സങ്കേതവും കോട്ടയുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. ആകയാൽ ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ ഇളകി സമുദ്രത്തിൽ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിപ്പോയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ ഇളകിയാലും നാം തെല്ലും ഭയപ്പെടുകയില്ല. കാരണം ഇവ എല്ലാറ്റിനെയും സൃഷ്ടിച്ച കർത്താവ് നമ്മുടെ കഷ്ടങ്ങളിൽ ഏറ്റവും തുണയായി കൂടെയുണ്ട്. അവിടുന്ന് കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറിയ കാത്തുകൊള്ളുന്ന പോലെ ചിറക് വിരിച്ചു പിടിച്ച് നമ്മെ അതിൽ സൂക്ഷിച്ചിരിക്കുക. ഹല്ലേലൂയ. ആകയാൽ ഭൂമിയിൽ എന്തു പ്രശ്നം ഉണ്ടായിക്കോട്ടെ, സുനാമി ഉണ്ടായിക്കോട്ടെ, ഹല്ലേലൂയ, പ്രകൃതി ക്ഷോഭം ഉണ്ടായിക്കോട്ടെ, ഹല്ലേലൂയ, ഒന്നിനും നമ്മെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. കാരണം നമ്മുടെ രക്ഷകനായ കർത്താവാണ് ഇവയെല്ലാറ്റിനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ആകയാൽ നിന്റെ കടബാധ്യത എന്തുമായിക്കോട്ടെ, നിന്റെ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ എന്തുമായിക്കോട്ടെ, ഹല്ലേലൂയ, നിനക്ക് പരിഹരിക്കാൻ പറ്റാത്ത എന്തു പ്രശ്നവുമായിക്കോട്ടെ, കർത്താവിനെ ഏൽപ്പിക്കുക. അവിടുന്ന് നിന്റെ കഷ്ടതയിൽ നിന്റെ ഒരു സുഹൃത്തെന്ന പോലെ, നിന്റെ രക്ഷകൻ എന്ന പോലെ, നിന്റെ സങ്കേതം എന്ന പോലെ നിന്നോടൊപ്പമുണ്ട്, നിന്റെ കൂടെയുണ്ട്. അവിടെ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കില്ല. പ്രിയ സഹോദര സഹോദരി, ആകയാൽ നിന്റെ വിശ്വാസം, നിന്റെ പ്രതീക്ഷ കർത്താവിൽ അർപ്പിക്കുക. അവിടുന്ന് നിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് നിന്നെ സഹായിക്കും, നിന്നെ അനുഗ്രഹിക്കും, നിന്നെ ശക്തിപ്പെടുത്തും. ഹല്ലേലൂയ. എല്ലാ പ്രതിസന്ധിയിൽ നിന്നും കർത്താവ് നിന്നെ വിടുവിക്കും. ഹല്ലേലൂയ. എല്ലാ രോഗത്തിൽ നിന്നും കർത്താവ് നിന്നെ സൗഖ്യപ്പെടുത്തും. ഹല്ലേലൂയ. എല്ലാ കടബാധ്യതയിൽ നിന്നും കർത്താവ് നിനക്ക് മോചനം നൽകും. ഹല്ലേലൂയ. ആകയാൽ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. കർത്താവ് നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.